നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമയുടെ സീമന്തത്തിന് പോകുന്നുണ്ട് രണ്ടാളും. നിന്നെ വിളിക്കാത്തടത്ത് എങ്ങനെയാടി ഞങ്ങള് രണ്ടാളും? എന്നെ വിളിച്ചില്ല, സമ്മതിച്ചു. ക്ഷണമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നുമില്ല. പക്ഷെ നിങ്ങളെ രണ്ടാളും ക്ഷണിച്ചില്ലേ? പോകാതിരിക്കുന്നതിന് എന്താ ന്യായം? നിന്നെ വിളിച്ചിട്ടില്ല, അത് തന്നെയാ കാരണം. ശാരിയച്ചേ, അതൊരു ന്യായമാണോ? ശാരിയച്ചിയുടെ കുഞ്ഞു അനുജത്തിയല്ലേ ശ്യാമ, അമ്മയുടെ ചെല്ലക്കുട്ടി. നോക്ക്, ഈ വീട്ടിൽ ആദ്യമായിട്ടൊരു കുഞ്ഞാവ ഉണ്ടാവാൻ പോവുക. അപ്പൊ അമ്മയും വലിയച്ചി ഇങ്ങനെയാണോ പെരുമാറുന്നത്? ആദ്യ പ്രസവത്തിന്റെ സമയത്താ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ആശങ്കയും ഭയവും ഒക്കെ ഉണ്ടാവുന്നത്. ആ സമയത്ത് അവളുടെ ഭർത്താവ് മാത്രമല്ല, അമ്മയും സഹോദരങ്ങളും ഒക്കെ കൂടെ വേണം. അവൾക്ക് വേണ്ട കാവലും കരുതലും ആശ്വാസവും സാന്ത്വനവും ഒക്കെ കൊടുത്ത് കൂടെ നിൽക്കണം. അതേപോലെ കാവലും കരുതലും കൊടുക്കണ്ട നിന്നെ എന്താ ക്ഷണിക്കാത്തേന്നാ ഞങ്ങള് ചോദിക്കുന്നേ. ക്ഷണിക്കുന്നത് അവളാണോ ശാരിയേച്ചി? സത്യാമ്മയല്ലേ ചടങ്ങ് നടത്തുന്നേ? എന്നെ ക്ഷണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവക്കത് അവിടെ പറയാൻ പറ്റുമോ? അവിടെ എന്റെ പേര് പറയുന്നത് പോലും വിലക്കിട്ടുണ്ടാവും സത്യാമ്മ. എന്നെ ക്ഷണിക്കാത്തതില് അവളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും എനിക്കറിയാം. അക്കൂട്ടത്തില് നിങ്ങളും കൂടി ചെല്ലാതിരുന്നാലോ? നോക്ക്, എന്നെ ക്ഷണിച്ചാലേ നിങ്ങളും കൂടി പോവുള്ളൂ എന്നുള്ള ഉപാധിയൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. സത്യാമ്മ ക്ഷണിച്ചതേ ശാലിനിയുടെ അമ്മയും ചേച്ചിയാ അല്ല, ശ്യാമയുടെ അമ്മയും ചേച്ചിയാ. നോക്ക്, അങ്ങനെ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടായ പിന്നെ അത് കൂട്ടിച്ചേർക്കാൻ പറ്റിയെന്ന് വരില്ല. അമ്മേ, അവളെ എവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടപ്പെട്ടതെല്ലാം. ഇതിപ്പോ സത്യാമ്മ ആയതുകൊണ്ടാ നിങ്ങക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ശ്യാമെ കല്യാണം കഴിച്ചയച്ചത് വേറൊരു വീട്ടിലേക്കായിരുന്നെങ്കിലോ? ആ വീട്ടുകാരും ശാലിനിയെ സീമന്തം ക്ഷണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്ന് കരുതി നിങ്ങളെ രണ്ടാളും പോവാതിരിക്കോ? കഴിഞ്ഞു പോയ സംഭവങ്ങള് ശ്യാമയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. അവള് കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നതെന്നും അവള് കാരണം എന്റെ ജീവിതം തകർന്നു നോക്കിയുള്ള കുറ്റബോധം അവളുടെ ഉള്ളിലുണ്ടാവും. നോക്ക്, അതിനിടയില് നിങ്ങള് അവളെ സീമന്ത ചടങ്ങിൽ ഒറ്റയ്ക്കാക്കി കളയണോ? നോക്കമ്മേ, ഇപ്പോ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കേണ്ടതല്ലേ അവള്? മതി, നിർത്ത്. ഞങ്ങള് പൊക്കോളാം സീമന്തത്തിന്, പോരെ? അമ്മേ, ഇനി ഇതിനെ ചൊല്ലിയൊരു തർക്കമൊന്നും വേണ്ട. ഇവള് പറഞ്ഞത് തന്നെയാ ന്യായം. ഞാൻ പറയേണ്ട വാക്കുകളാ ഇവള് പറഞ്ഞത്. എന്നാലും അമ്മ. ഒന്നുമില്ല, നിർത്ത്. നിങ്ങൾ വരുന്നുണ്ടോ? ഭക്ഷണം എടുത്തു വെക്കാം. അമ്മ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവനിപ്പോ എന്തൊക്കെയാ ചിന്തിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവൻ ചെയ്യാൻ പോകുന്നതെന്നും ഒരു ഊഹവും ഇല്ല. ഇങ്ങനെ ഒരാൾക്ക് മാറാൻ പറ്റുമോ? എന്ത് പറഞ്ഞാ ഇനി അവന്റെ മനസ്സിനെ തിരിച്ചു പിടിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വിവാഹത്തിന് അവന് പൂർണ്ണ സമ്മതമാണെന്നറിയാൻ, ആദ്യം മറക്കാൻ അവൻ തയ്യാറാണെന്നറിയാൻ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്താ അത് തന്നെ. ഇത് നമ്മുടെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ്. ഇവിടെ നമ്മൾ തോറ്റുപോയ പിന്നെ നമുക്കെല്ലാം നോക്കി നിൽക്കാനേ കഴിയൂ. താമ്പ
ഡാ, നിന്റെ ഏട്ടനെന്ന നിലയിലും നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളെന്ന നിലയിലും ഞാൻ നിന്നോട് അവസാനമായിട്ട് ചോദിക്കുക, ആതിരെ ഉപേക്ഷിച്ച് അനഘയെ സ്വീകരിക്കാൻ തന്നെയാണോ ഇപ്പോഴും നിന്റെ തീരുമാനം? സന്ദീപ്, നിന്റെ മനസ്സിൽ എന്തായാലും ഒന്ന് പറയേ. ഇനി നീ ഇങ്ങനെ മൗനമായി നിൽക്കുന്നത് ഞങ്ങളെ കൂടി തളർത്തുന്നുണ്ട്. നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാ നിന്റെ വിവാഹോ? നീ ഇന്നലെ പറഞ്ഞതിന്റെ പ്രകാരമാണെങ്കിൽ കുറെ കുറ്റബോധമുണ്ട് നിന്റെ മനസ്സിൽ. അതെന്താണെന്ന് നീ പറയാത്തോണ്ട് തന്നെ ഞങ്ങൾക്കത് അറിയേയില്ല. നിന്റെ തീരുമാനം എന്തായാലും പറയാ. അവസാനമായിട്ടാ ഞങ്ങൾ ഇതും പറഞ്ഞ് നിന്റെ മുന്നിലേക്ക് വരുന്നത്. ഞാൻ നല്ലപോലെ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇതിനെ ഇറങ്ങിയത്. എല്ലാത്തിനും കൂടെ നിന്ന് നിങ്ങളെ കാണുമ്പോഴുള്ള കുറ്റബോധം മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. മറ്റൊന്നും ഞാനിപ്പോ ഓർക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അനഘയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആതിരയുമായുള്ള എല്ലാ ബന്ധവും നീ ഉപേക്ഷിക്കണം. മനസ്സിൽ നിന്ന് എടുത്ത് കളയാനും അവളെ മറന്നു കളയാനും നിനക്ക് എളുപ്പം സാധിച്ചു എന്ന് വരും. നിയമപരമായി വിവാഹം കഴിഞ്ഞ രണ്ടുപേരാ നീയും ആതിരയും. അപ്പോ നിയമത്തിന്റെ മുന്നിൽ ഭാര്യയും ഭർത്താവും. അനഘയുടെ ജീവിതത്തിലേക്ക് നീ കയറി ചെല്ലുമ്പോ ആതിരയുടെ ജീവിതത്തിൽ നിന്നും നീ ഇറങ്ങിപ്പോണം. എല്ലാ അർത്ഥത്തിലും നീ ഇതിലൊന്ന് സൈൻ ചെയ്തു തരണം. നിന്റെ ആതിരയുടെ വിവാഹബന്ധം വേർപെടുത്താനുള്ള നിന്റെ സമ്മതപത്രം. നീ സൈൻ ചെയ്യാതെയും ആതിരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചോളാം. നീയല്ലേ വേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചത്. അതുകൊണ്ട് നീ ആദ്യം സൈൻ ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെയും ജീവിതത്തെ ഓർത്ത് ഞാൻ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അമ്മൂനെ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാവുന്ന തരത്തിൽ നീ പഴയ അമ്മു ആയല്ലോ. അത് നന്നായി. പക്ഷേ സഞ്ജുവിന്റെ സ്വാതിയുടെയും കാര്യത്തിൽ എനിക്കിപ്പോഴും സന്തോഷിക്കാനാവുന്നില്ല മോളെ. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി. ഇതുവരെ സഞ്ജുവിന് സ്വാതിക്കും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ഞാനത് സ്വാതിയോട് ചോദിച്ചു. അപ്പൊ അവള് പറയുന്നത് വിചിത്രമായൊരു കാര്യ. അമ്മൂന് ആ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ട് മാത്രമേ അങ്ങനെ ഒരു ബന്ധമുള്ളൂ എന്നാ അവള് പറഞ്ഞിരുന്നത്. അത് സ്വാതിയുടെ മാത്രമല്ല, സഞ്ജുവിന്റെയും കൂടി തീരുമാനമായിരുന്നെന്നാ അവള് പറഞ്ഞത്. എന്റെ കുട്ടികൾക്കൊരു ജീവിതം വേണ്ടേ? അതോർക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുക. നിന്നെ സ്വാതി അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് മോളെ. നിന്റെ നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടി. പക്ഷെ ഇപ്പോഴും ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളെ അന്വേഷിച്ചു നടക്കുക. ആ ആളെ കണ്ടെത്തി നിനക്കൊരു ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കുക സ്വാതി. അവര് രണ്ടാളുടെയും ജീവിതം ഇങ്ങനെ പോയാൽ എന്താ ചെയ്യ? അവർക്കൊരു കുഞ്ഞ് ജനിച്ച് അതിനെ ലാളിക്കാൻ എനിക്ക് മോഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? അപ്പോ ഇതെല്ലാം ഓർത്താ മുത്തശ്ശിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമല്ലേ? എല്ലാത്തിനും കാരണം ഞാനാണല്ലേ? ഞാൻ എന്തിനാ ഉള്ള കാര്യം മറച്ചു വെക്കുന്നേ? നീ പറഞ്ഞത് ശരിയാ.
ആ നീരസ് എനിക്ക് നിന്നോടുണ്ട്. നീ പറഞ്ഞ സഞ്ജു സ്വാതിയും കേൾക്കും. ഒന്ന് ഒരുമിച്ച് നല്ലൊരു കുടുംബജീവിതം തുടങ്ങാൻ നീ അവരെ ഒന്ന് ഉപദേശിക്കണം. ശരി മുത്തശ്ശി. മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ അവര് രണ്ടാൾക്കൊരു കുടുംബജീവിതം ഉണ്ടാവും. അതിന് വേണ്ടത് ഞാൻ ചെയ്യും. ഞാൻ അതാ പറഞ്ഞത്. നീ ഒന്ന് ഉപദേശിച്ച രണ്ടാളും കേൾക്കും. ഉപദേശിക്കല്ല, അതിന് വേണ്ടത് ചിലത് ചെയ്യാനുണ്ട്. എന്താണ്? ഞാനൊന്ന് കേക്കട്ടെ. ശ്രീകുട്ടി ചേച്ചിക്കും അദ്ദേഹത്തിനും മുത്തശ്ശിക്കും മുത്തശ്ശനും അമ്മയ്ക്കുമെല്ലാം സന്തോഷമുള്ളൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ. എന്താന്നൊന്ന് പറ മോളെ. ഒക്കെ പറയാം മുത്തശ്ശി. ആദ്യം അതിന് വേണ്ടത് ചിലത് ചെയ്യാനുണ്ട്. അതിനായി ഞാൻ ഇപ്പൊ തന്നെ പോവാ. മുത്തശ്ശി ചായയും കുടിച്ചേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താലി കെട്ടിയ പുരുഷനെ ഭർത്താവായി കാണാൻ ലച്ചുവിന് ദേവി ഒരു നിമിത്തം ഉണ്ടാക്കി. പക്ഷെ എനിക്കത് സന്തോഷം തരുന്ന കാര്യമല്ലെന്ന് ശാസ്ത്രികൾക്ക് അറിയുന്ന കാര്യല്ലേ? അറിയാം. ലച്ചുവിന്റെ നിയോഗം എനിക്ക് നന്നായിട്ടറിയാം. അല്ല, എന്താ ഇപ്പൊ തനിച്ചെന്നെ കാണാൻ വന്നത്? മടിക്കണ്ട, പറഞ്ഞോളൂ. അത് ചേച്ചിയുടെ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ അവരൊന്നിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല. എന്റെ ഭർത്താവിനെ കണ്ടെത്തിയിട്ട് മതി ഒന്നിച്ചൊരു ജീവിതം എന്ന ചേച്ചിയുടെ നിലപാട്. അത് എന്നോടുള്ള സ്നേഹക്കൂടുതലും കൊണ്ടാ. അവരൊന്നിച്ച് ജീവിച്ച് കാണാത്തതിന്റെ വിഷമം വീട്ടിൽ എല്ലാവർക്കും ഉണ്ട്. അവരുടെ വിഷമം എനിക്ക് മാറ്റണം. വിവാഹം കഴിഞ്ഞ് കുറെ ദിവസങ്ങളായി. എന്തെങ്കിലും തടസ്സങ്ങൾ കാരണമാണോ അത് നീണ്ടു പോകുന്നതെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ശാസ്ത്രികൾക്ക് അവരുടെ ജാതകം അറിയാവുന്നതല്ലേ? അത് വെച്ചൊന്ന് നോക്കി ശാന്തി മുഹൂർത്തത്തിന് ഒരു സമയം കുറിച്ചു തരണം. രണ്ടുപേരുടെയും ഗ്രഹനില വെച്ച് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ തടസ്സങ്ങളൊന്നും വരാനായിട്ട് സാധ്യതയില്ല. ഗ്രഹനിലകൾ ഇവിടെ ഉണ്ട്, ഞാൻ നോക്കട്ടെ. ഒരു തടസ്സവും ജാതകവശാൽ ഞാൻ കാണുന്നില്ല. അങ്ങനൊരു പേടി ലച്ചുവിന് വേണ്ട. ഇന്ന് രാത്രി 11 മണിക്ക് ശേഷം ശാന്തി മുഹൂർത്തത്തിന് നല്ലൊരു സമയം കാണുന്നുണ്ട്. ഞാനത് കുറിച്ചോട്ടെ? ശാസ്ത്രികള് ആ മുഹൂർത്തം കുറിച്ചോളൂ. ഇത് ശ്രീദേവിയുടെ കയ്യിൽ ഏൽപ്പിക്കാം. അങ്ങനെ ചെയ്യാം. ഇനി എന്താ ഒരു ആലോചന? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിബന്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ കാരണമായിരിക്കും. അതല്ലാതെ
അവരുടെ രണ്ടുപേരുടെയും പരസ്പര വിശ്വാസം തകർക്കാൻ പോകുന്ന മറ്റൊന്നുമില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ശാസ്ത്രികള് ഒന്ന് പറഞ്ഞു തരാമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും അധികം സ്നേഹിക്കുന്ന പുത്രവധുവായി വന്ന പെൺകുട്ടിയുടെ കരിയറിന് പ്രോത്സാഹനം നൽകുന്ന ഈ അമ്മായി അമ്മയ്ക്ക്, അല്ല ശ്യാമയുടെ സ്വന്തം അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അത് കേൾക്കാൻ നമുക്കെല്ലാം ആഗ്രഹം ഉണ്ടാവും. മാം പറയണം. ശ്യാമയോടുള്ള മാമിന്റെ സ്നേഹം അത് പറയൂ. ശ്യാമ, ഞാൻ മൈക്കൊന്ന് ഹാൻഡ് ഓവർ ചെയ്യൂ. അത് ഞാൻ പിന്നെ അത് പറയൂ മാം. പറഞ്ഞത് ശരിയാ. ഞാനും ശ്യാമയും ശരിക്കും അമ്മയും മോളും തന്നെയാ. അപ്പോൾ ശ്യാമ പറഞ്ഞതുപോലെ ശരിക്കും മാം കൊടുക്കുന്ന പ്രോത്സാഹനമാണ് ഈ വിജയത്തിന് കാരണം, അല്ലേ? അതെ, എന്റെ പ്രോത്സാഹനോ. എന്തായാലും മാഡത്തിന്റെ കൂടി വിജയമാണല്ലോ ഇത്. പ്രിയപ്പെട്ട മരുമകൾക്ക്, അല്ല സ്വന്തം മകൾക്ക് മാം നൽകുന്ന ഒരു സമ്മാനം, അതായിരിക്കും ഇപ്പൊ ശ്യാമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. വിജയിച്ച മകൾക്ക് മാമിന്റെ സ്നേഹത്തിന്റെ ചുംബനം അത് നൽകണം മാം. പ്ലീസ് മാം, നിങ്ങളുടെ രണ്ടാളുടെ സ്നേഹം ഒരു മാതൃകയാവട്ടെ. പ്ലീസ് മാം, കൊടുക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ നിങ്ങൾ അവിശ്വസിച്ച് പുറത്താക്കി പകരം കൊണ്ടുവന്ന ജഡ്ജ് പ്രശസ്ത പാട്ടുകാരി വിസ്മയ അല്ലേ? ഞാൻ ഈ ഫ്ലോറിൽ വെച്ച് വിസ്മയെ വെല്ലുവിളിക്കുക. ഒരു പാട്ട്, ഏതെങ്കിലും ഒരു 4 വരി പാട്ട്
ഈ സദസ്സിന് മുന്നിൽ വിസ്മയ ഭംഗിയായി പാടണം. വിസ്മയ പാട്. ജഡ്ജായിട്ടിരുന്നതല്ലേ, യോഗ്യത തെളിയിക്കും. ജിക്ക് എന്തായി പറയുന്നത്? എത്രയോ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച സിംഗർ അല്ലേ വിസ്മയ? അതെ, ഹിറ്റായ പാട്ടുകൾ പാടി. പക്ഷേ വിസ്മയ്ക്ക് വേണ്ടി ആ പാട്ടുകളെല്ലാം പാടിയത് നമ്മുടെ ഈ ശ്യാമയാണ്. ഇതൊരു ലൈവ് ഷോയാ. ഈ പ്രോഗ്രാം ലോകം മുഴുവൻ കാണുന്നുണ്ട്. പ്രശസ്തിയായ ഒരു പാട്ടുകാരിയെ ഇങ്ങനെ അപമാനിക്കരുത്. ഒരിക്കലും അല്ല. ഇതെന്റെ വാശിയോ പ്രതികാരമോ ഒന്നുമല്ല. ഇനിയെങ്കിലും ലോകം സത്യം അറിയണം. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് എന്റെ മ്യൂസിക് കരിയർ അവസാനിപ്പിക്കും. വിസ്മയ പാടട്ടെ. അതെ, പാടാൻ പറയുമ്പോ വിസ്മയ പല സ്ഥലത്തും ഇറക്കുന്ന സ്ഥിരം നമ്പറാ. തളർച്ചയും തലകറക്കൊക്കെ. ഇവിടെ അത് പറ്റില്ല. ജി കെ സാർ പറഞ്ഞതേ നിങ്ങൾ ആരും വെറുതെ വിശ്വസിക്കണ്ട. അതിന് വ്യക്തമായ എവിഡൻസ് ഉണ്ട്, കാണിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ രാധ, അവൾ ഇവിടെ തന്നെയാ ഉള്ളത്. ഇവിടെ തന്നെ, ഈ നാട്ടില്, നമ്മുടെ കൺമുന്നിൽ തന്നെ എവിടെയോ ഉണ്ടവള്. നമ്മളെ നേരിട്ട് കണ്ടതാ. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ തോൽവിയാ. ഈ മേഘനാഥൻ തോറ്റു തൊപ്പിയിട്ട് നാട്ടിലേക്ക് പോണോന്നാണോ താൻ പറയുന്നത്? ഒരിക്കലും പറ്റില്ലത്. കോട്ടയ്ക്കൽ മേഘനാഥൻ ആത്മഹത്യ ചെയ്യുന്നത് പോലെയാകും അത്. അത് പറ്റില്ല. അവളെ കണ്ടുപിടിക്കണോടോ? കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ശരി സാർ, സാർ വിഷമിക്കാതെ 1-2 ദിവസം കൂടി സാർ റെസ്റ്റ് എടുക്ക്. അത് കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ നോക്കാം. രാധ അവനെയും കൂടെ ഒരുമിച്ച് വേണം പൊക്കാൻ. സാറ് വിചാരിച്ച നടക്കും. ഈ മണിച്ചനുണ്ടാവും കൂടെ. നെഞ്ചിലടിച്ച് കയറുന്ന വാക്ക. ഇന്ന് ലൈം ടീയോ? ഉറക്കം പോട്ടെ. ഓ, അങ്ങനെ ഉറക്കം ഒളിച്ച് ചെയ്യാനൊന്നുമില്ല. ഇതിപ്പോ തീരും. അഞ്ജലിയും കൂടെ വന്നിരുന്നെങ്കിലേ പാക്കിംഗ് നേരത്തെ തീരുമായിരുന്നു. ഓ, അവളെ ഇനി 2-3 ദിവസത്തേക്ക് പ്രതീക്ഷിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രസാദ് സാറിന്റെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവിടെ ആകെ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുക.
എന്തെങ്ങനെ സംഭവിക്കുന്നു ദൈവത്തിനറിയാം. എന്റെ അഭിപ്രായത്തില് ഇനി ആ കല്യാണം നടത്തിക്കൊടുക്കുന്നതാ ആ അച്ഛനും അമ്മയ്ക്ക് നല്ലത്. പുറമെ നിന്ന് നോക്കുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ മക്കള് തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്തു എന്നറിയുമ്പോ മാതാപിതാക്കളുടെ നെഞ്ചെടുപ്പൊന്നും നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. പറഞ്ഞറിഞ്ഞിടത്തോളം പ്രസാദന്റെ അച്ഛൻ കർക്കശക്കാരനാ. ഇപ്പൊ തന്നെ വലിയ പൊട്ടിത്തെറികൾ നടന്നു കാണുന്ന എന്റെ മനസ്സ് പറയുന്നത്. പറഞ്ഞു നാവെടുത്തില്ല. വിളിക്കുന്നത് ആര്യയാ. അവിടെ കാര്യങ്ങൾ എങ്ങനെയാന്ന് ചോദിക്കട്ടെ. ഹലോ ആര്യ. ആ സീതമ്മേ, എവിടെ ഇപ്പോ? വീട്ടിൽ തന്നെയാണോ? അതെ. സുധാകരേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? നെഞ്ചുവേദനയ്ക്ക് കുറവുണ്ടോ? നെഞ്ചുവേദനയോ? നീ എന്താ ആര്യ അങ്ങനെ ചോദിക്കുന്നേ? അതെന്തു പറ്റി? വലിയച്ഛ എന്നെ പകല് വിളിച്ചിരുന്നല്ലോ. സുധാകരേട്ടന് നെഞ്ചുവേദന വന്നോന്നും സീതമ്മ വിളിച്ചിട്ട് കൂട്ടിരിക്കാൻ അങ്ങോട്ട് പോവുകയാണെന്നും രാത്രി തിരിച്ചു വരില്ലെന്നും പറഞ്ഞു എന്നോട്. എന്താ അങ്ങനെയല്ലേ കാര്യങ്ങള്? അഞ്ജലി എന്താ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? അവിടെ എല്ലാവരുടെ മുമ്പിൽ നിന്ന് മുഖം രക്ഷിക്കാനാവുമോ? കുറച്ചൊരു മനസ്സമാധാനം കിട്ടാൻ അല്പം മാറി നിൽക്കാന്ന് കരുതിയിട്ട്. സീതമ്മ കേക്കുന്നില്ലേ? വലിയച്ഛ അവിടെ ഇല്ലേ അപ്പോ? ഉണ്ടല്ലോ, വീട്ടിലുണ്ട്. അപ്പോ സുധാകരേട്ടനുമായി ഹോസ്പിറ്റലിൽ പോയില്ലേ? പോയി. വേറെ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് ഡോക്ടർ തിരിച്ചുവിട്ടതാ. ഹോ, അതൊരു ആശ്വാസമായി. ഇവിടെ ആകെ പ്രശ്നമാ സീതമ്മേ. പുഷ്പേട്ടൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ? പറഞ്ഞു. അല്ല, അവര് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നോ? വന്നു. അത് വലിയച്ചോട് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. ശരി, ഞാൻ പറഞ്ഞേക്കാം. അഞ്ജലി അവിടെ പലഹാരങ്ങൾ പാക്ക് ചെയ്യാ. നീ വെച്ചോ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുരളി ആരതിയും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് ചോദിച്ചു നോക്ക്. എനിക്കൊന്നും ചോദിക്കണ്ട. പുകഞ്ഞ കൊള്ളികൾ പുറത്താ, അത്ര തന്നെ. എന്റെ ചന്ദ്രേട്ടാ, എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയി. ഇനിയിപ്പം മനസ്സ് മുഷിഞ്ഞ് പെരുമാറിട്ട് എന്താ കാര്യം? ഇവരോട് ക്ഷമിച്ചൂടെ? എന്റെ മനസ്സ് മുഷിഞ്ഞാലെന്താ, മുറിവേറ്റാലെന്താ പുഷ്പ? മാതാപിതാക്കൾക്ക് വില നൽകുന്ന മക്കള് എനിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യം. എനിക്കും രുക്മിണിക്കും അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നിട്ടില്ല, അത്ര തന്നെ. അച്ഛനും അമ്മ എന്നോട് ക്ഷമിക്കണം. ഒരു പ്രത്യേക സാഹചര്യത്തിലാ എനിക്ക് ഈ കല്യാണം കഴിക്കേണ്ടി വന്നത്. അച്ഛനോടും അമ്മയോടും ബഹുമാനവും ഭയവും ഉള്ളതുകൊണ്ടാ ഇതുവരെ അത് മറച്ചു വെച്ചത്. നിങ്ങളത് മനസ്സിലാക്കി എന്നോട് ഇവളോടും ക്ഷമിക്കണം പ്ലീസ്. അച്ഛനോട് ക്ഷമ പറ. കാലത്തോട്ട് വന്നിക്കേ. അച്ഛനും അമ്മയും ക്ഷമിക്കണം. വേണ്ട, മറിക്ക്. ഞങ്ങളുടെ അടുത്ത് വേണ്ട നിന്റെ നാടകമൊന്നും. അച്ഛാ പ്ലീസ്, എന്റെ ഭാര്യ ഇവള്. അതുകൊണ്ട് ഇവളൊക്കെ കളിക്കുന്ന ഏത് നാടകവും ഞാൻ കാണണോ? സഹിക്കണോ? വേണോടാ? വേണോന്ന്? പുത്തംപുരയ്ക്കൽ ചന്ദ്രമോഹൻ അതിന് കിട്ടില്ല. അല്ലെങ്കിൽ ഈ കൊക്കിന് ജീവൻ ഇല്ലാതിരിക്കണം, അത്ര തന്നെ. അച്ഛാ പ്ലീസ്, ഞാൻ ഒരു നാടകവും കളിച്ചതല്ല. മനസ്സിൽ തട്ടി തന്നെയാ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിച്ചതും. എന്നിട്ടും അച്ഛൻ എന്താ ഇങ്ങനെ? മതി, എനിക്ക് നേരും നുണയും കണ്ടാ മനസ്സിലാവും. ഇത്രയും നാളെ എന്റെ മകന്റെ ഭാര്യയായി ജീവിച്ചിട്ട് എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞു എന്നറിഞ്ഞപ്പോ മുങ്ങിയ ബിരുദത്തിയുടെ അനിയത്തിയല്ലേ നീ? ഒട്ടും മോശം വരില്ലെന്ന് ഉറപ്പാ. വലിയച്ചി അങ്ങനെ ഒളിച്ചോടിയൊന്നും അല്ല. എന്ത് കാര്യമുണ്ടെങ്കിലും നേരെ നിന്ന് പറയാനുള്ള ധൈര്യമുള്ള ആള് തന്നെയാ. ഇന്നിപ്പോ സീതമ്മയുടെ ഭർത്താവ് സുധാകരേട്ടനെ ആശുപത്രിയിലാക്കിയപ്പോ ഒരു സഹായത്തിനാ വലിയച്ചി അവിടേക്ക് പോയി നിൽക്കുന്നത്. അയ്യോ മതി മതി, മനസ്സിലായി. ചേച്ചിയും സദ്ഗുണ സമ്പന്നകളായ അനുജത്തിമാരും കൂടി എന്റെ കുടുംബം തകർത്തല്ലോ. എന്റെ ആൺമക്കളെ തന്നെ ബലവീശി എടുത്തല്ലോ മൂന്നുപേരും. സന്തോഷമുണ്ട്. നല്ല നമസ്കാരം. അച്ഛാ
പ്രേമിക്കുന്നത് തെറ്റാണെങ്കിൽ അവര് മാത്രമല്ല കുറ്റക്കാര്, അച്ഛന്റെ ആൺമക്കളും കുറ്റക്കാര് തന്നെയാണ്. തെമ്മാടി, എന്തോന്ന് പ്രേമം? നിനക്കൊക്കെ ഈ പെണ്ണുങ്ങളെ മാത്രമേ കിട്ടിയുള്ളൂ പ്രേമിക്കാൻ. അസത്തുക്കള്. ഇവർക്ക് എന്താ അച്ഛൻ കുഴപ്പം? അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നത്? മുരളി, എന്തായാലും മക്കൾക്കൊരു വിവാഹം വേണം. അത് അവരുടെ ഇഷ്ടത്തിന് നടത്തി കൊടുക്കുന്നതല്ലേ ചന്ദ്രേട്ടാ നല്ലത്. അങ്ങനെയല്ലേ വരൂ. മക്കളെ എന്ത് തോന്നിവാസം കാണിച്ചാലും കൊടുക്ക മാതാപിതാക്കൾ ക്ഷമിച്ചോണം. പക്ഷെ ചന്ദ്രനെ അതിനെ കിട്ടില്ല പുഷ്പ. ആരോടൊക്കെ ഞാൻ ക്ഷമിച്ചാലും എന്റെ മൂത്ത പുത്രനുണ്ടല്ലോ, അവനോട് ഞാൻ ക്ഷമിക്കില്ല ഒരിക്കലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളുടെ പുരുഷനായ എന്റെ മുന്നിൽ വെച്ച് ഇവനെന്താ പ്രണയഭ്രാന്ത് പിടിപെട്ട ചിമ്പാൻസിയാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഹാറ്റ് എടുത്ത് എന്റെ തലയിൽ വെച്ചേരണം. പിന്നെ നിന്റെ തലയിലേക്ക് ഒരു കിൻഡലിന്റെ അരിച്ചാക്കെടുത്ത് ഞാൻ വെച്ചു തരാടാ ദ്രോഹി. എന്റെ പെണ്ണിനായിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തുന്നതിന് നിന്നോട് ദൈവം ചോദിക്കോടാ. ഇത്രയേറെ സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ എനിക്ക് തന്നതിന് ദൈവത്തിന് നന്ദി. ഇനി ഓഫീസിലിരുന്ന് എന്റെ മൈഥിലിയെ ഓർക്കാൻ ഈ കവിളത്ത് യൂസ്ലെസ് ഫെലോ. ഇവന്റെ ഓഫീസിൽ ഒരു തൊഴിലുമില്ലേ. തൃശ്ശൂരെ പോലെ കയവിറക്കലായിരിക്കും പണി. ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേട്. എന്ന് ഞാൻ പോയിട്ട് വരട്ടെ തങ്കം. അയ്യേ, ഇവനിവളെ തങ്കമെന്നാണ് വിളിക്കുന്നത്. എന്താ പിന്നെ തങ്കമ്മയെന്ന് വിളിച്ചൂടെ? ഞാൻ ഓഫീസിൽ നിന്ന് വിളിക്കാം. മൈഥിലി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
മോളാകാനാ അച്ഛന് ഏറെ ഇഷ്ടം. ഇഷ്ടം പറഞ്ഞേ ഉള്ളൂ കേട്ടോ. മോനാണെങ്കിലും മോളാണെങ്കിലും അച്ഛന്റെ പൊന്നോവനെയാ. അച്ഛനിങ്ങനെ കാറിൽ പോകുമ്പോ അടുത്ത് കൂടെ ഇരിക്കും അല്ലേ? വൈശാഖേ, നീയായിരുന്നാ? നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ എന്തിനാ ഇങ്ങനെ മിണ്ടുമ്പോ പേടിക്കുന്നേ? പിന്നെ ഓർക്കാപ്പുറത്ത് പുറകിൽ വന്ന് കതിനെ പൊട്ടിക്കും പോലെ എടാ വൈശാഖേ എന്ന് വിളിക്കുമ്പോ ആരായാലും പേടിച്ചു പോവും. നിനക്ക് പേടി ഇത്തിരി കൂടുതലാ. സാധാരണ കള്ളന്മാരാ ഇങ്ങനെ പേടിക്കുന്നെ. അതെ, ഞാൻ ആരുടെയും ഒന്നും കട്ടിട്ടില്ല. മൈഥിലി നാരായണൻ, മൈഥിലി തങ്കപ്പൻ, മൈഥിലി രാകേഷ് മേനോൻ, എത്ര മൈഥിലിമാരാ നിന്നോടൊപ്പം ഈ മാരിവാനീസിൽ പഠിച്ചത്. മാരിവാനീസിന്റെ ക്യാമ്പസിലെ മഹാഗണി മരങ്ങൾക്ക് താഴെ മൊത്തം മൈഥിലിമാരുടെ ഒരു പ്രളയമായിരുന്നു. മീനാക്ഷി, ഞാൻ പറഞ്ഞത് അത്രയും സത്യമാ. എനിക്കത്ര വിശ്വാസമായിട്ടില്ല. പാവന്റെ അമ്മയെ നിനക്ക് പറ്റിക്കാൻ പറ്റും, പക്ഷെ എന്നെ പറ്റിക്കാൻ നിനക്ക് പറ്റില്ല. നിന്നെ വിശ്വസിപ്പിക്കാൻ എനിക്കറിയാം. എന്തെല്ലാം കള്ളത്തരങ്ങളാ. ആദ്യം പറഞ്ഞു മാളവികാന്ന്, പിന്നെ പറഞ്ഞു ജൂലിന്ന്, ഒടുവിൽ പറയുന്നു മൈഥിലിന്ന്. വെറും മൈഥിലി അല്ല, മൈഥിലി നാരായണൻ. ദേ, ഇവളാണവൾ. ഏവൾ? മൈഥിലി നാരായണൻ. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഫോട്ടോ ചൂണ്ടിക്കാട്ടി ഇവള് മൈഥിലി നാരായണൻ എന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ എന്റെ തലയിൽ കളിമണ്ണല്ല. ഇത് തല വേറെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.